വരുമോ നീ തിങ്കളേ തിങ്കളേ. റീത്ത കൊല്ലപ്പെട്ടു. ഹലോ. ഏയ്, പേടിക്കണ്ട. സ്റ്റീഫന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ, സുനിൽ ഹസൻ. സ്റ്റീഫൻ കിച്ചണിലാ. അല്ല, എന്താ പേര്? റീത്ത. റീത്ത. ഇയാളറിയോ? ഇല്ല. അറിയും. ഇയാൾ കൊല്ലപ്പെട്ടു. അമ്പി എന്ന പേര്. വെടിവെച്ചാ കൊന്നത്. താനാ കൊന്നത്. എന്റെ ചായ താൻ കളഞ്ഞല്ലോടോ. എന്താ സ്റ്റീഫ ഇത്? വന്നേ, വാ. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ മുറി തുറന്നത്? എന്തിനീ വേണ്ടാത്ത ചോദ്യങ്ങൾ? അപ്പൊ എല്ലാം ബോധപൂർവമായിരുന്നു. നീ ഇവരെ മുറി പൂട്ടിയിട്ടതാണല്ലേ? അല്ല, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചോദിച്ചതാ. അമ്പിയെ കൊന്നത് ഈ റീത്തയാണോന്ന്. അത് കേട്ടപ്പോഴേക്കും നിന്റെ കയ്യിൽ നിന്ന് ചായ താ നിലത്ത്. കഷ്ടം. ഇനി എന്തായാലും ചായ പോയി. നീ വന്നേ, വാ. റീത്ത കിടന്നോളൂ. പറയടാ, ഏതാ അവള്? അത് റീത്ത. റീത്ത കൊല്ലപ്പെട്ടു. നോ, റീത്ത മരിച്ചിട്ടില്ല. അത് റീത്തയാണ്, മൈ വൈഫ്. ഷീ ഈസ് നോട്ട് ഡെഡ്. ഓക്കെ ഓക്കെ ഓക്കെ. നിന്റെ റീത്ത മരിച്ചിട്ടില്ല. എല്ലാം എനിക്ക് തോന്നിയായിരിക്കും. ഞാൻ വരട്ടെ. 4 മണിക്ക് പോലീസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. DAG പങ്കെടുക്കുന്ന. ചായ? ഏയ്, ഇന്നിനി വേണ്ട. ഇനിയും വരണമല്ലോ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കഴിക്കാം. ഓക്കെ, സീ യു. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ? സ്റ്റീഫൻ എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നു. എന്ത് മറച്ചു വെക്കാൻ? അതെനിക്കറിയില്ല. സ്റ്റീഫനെ അറിയൂ. പറ. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഒളിച്ചോടണ്ട. എന്തു തന്നെ ആയാലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ അറിയാതെ പലതും ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. ആരൊക്കെയോ വരുന്നു, സ്റ്റീഫനുമായി സംസാരിക്കുന്നു, ഉടക്കുന്നു. തോക്കെടുക്കുന്ന സ്റ്റീഫൻ ഭ്രാന്തനെ പോലെ ഓരോന്ന് ചെയ്യുന്നു. ഇപ്പൊ തന്നെ സ്റ്റീഫന്റെ ഫ്രണ്ട് ആ പോലീസുകാരൻ വന്ന് ഒരു ഫോട്ടോ കാട്ടി അയാളെ കൊന്നത് ഞാനാണെന്ന്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? പറ പറ സ്റ്റീഫൻ. പറയാം. അറിഞ്ഞേ തീരുമെങ്കിൽ ഞാൻ പറയാം. നീ ഒരു കൊലപാതകയാ. അമ്പി എന്ന ക്രിമിനലിനെ നീയാണ് വെടിവെച്ച് കൊന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിന്റെ ഓർമ്മ പോലും നഷ്ടപ്പെട്ടത്. നിന്നെ രക്ഷിക്കാൻ ഞാൻ കിടന്ന് പാടുപെടുവാണ്. അതറിയാമോ നിനക്ക്? എന്ത് ഭ്രാന്താടോ തനിക്ക്? മെഡിസിൻ എടുത്ത് നശിപ്പിക്കുക, ഒരു പേഷ്യന്റിന്റെ മാനസിക നില തകർക്കുന്ന സംസാരങ്ങളും പ്രവൃത്തികളും. ഞാനൊരു കാര്യം പറയാം. വളരെ അപകടകരമായ അവസ്ഥയിലാണിവർ. അതിന് കാരണക്കാരൻ താൻ മാത്രം. എന്തു പറ്റി സ്റ്റീഫൻ? ഒന്നും പറ്റിയില്ല. ഡോക്ടർ, എന്താ ഇവർക്ക്? എന്തിനാ ഡോക്ടറിനോട് ചോദ്യം? ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന്. എന്താ നിനക്കെന്നെ വിശ്വാസം? നീ വാ. സ്റ്റീഫ, നീ എന്നൊരു പോലീസ് ഓഫീസറായി മാത്രം കാണണ്ട. നമ്മൾ സുഹൃത്തുക്കളാ. നീ എന്തൊക്കെയോ മാനസിക പ്രശ്നത്തിലാ. നിന്റെ വിഷമം നീ എന്നോട് പറ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. എന്റെ പ്രശ്നം ഇപ്പം നീയാണ്. ഞാനോ? അതെ. ദയവായി നീ എന്റെ പിന്നാലെ വരരുത്. നീ നിന്റെ കാര്യം നോക്കിപ്പോ. എനിക്ക് എന്റേതായ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിന് നീ ഇടപെടണ്ട. എന്നെ സഹായിക്കുകയും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി, പ്ലീസ്. എന്റെ സഹായം നിനക്ക് ആവശ്യമില്ലെങ്കിൽ നിന്നെ എനിക്ക് ഉപദ്രവിക്കേണ്ടി വരും. അമ്പി കൊലക്കേസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയിൽ നിന്നെ എനിക്ക് ഉപദ്രവിച്ചേ പറ്റൂ.
നിന്നെ മാത്രമല്ല, നിന്റെ റീത്തയും. പെട്ടെന്നില്ല, റീത്തയുടെ അസുഖം ഒന്ന് മാറട്ടെ. എനിക്ക് ചിലത് ചോദിച്ചറിയാനുണ്ട്. ഇല്ല, നിനക്കൊന്നും ചോദിക്കാനില്ല. എനിക്കും റീത്തയ്ക്കും ഒന്നും പറയാനുമില്ല. അമ്പി കൊലക്കേസുമായി എന്റെ റീത്തയ്ക്ക് എന്താ ബന്ധം? അവൾ അവനെ അറിയും പോലും ഇല്ല. സ്റ്റീഫന്റെ യഥാർത്ഥ ഭാര്യ റീത്തയാണ്. അതിൽ ഏഞ്ചൽ എന്നൊരു കൊച്ചു മിടുക്കിയുണ്ട്. റീത്തയെ അമ്പി എന്ന ക്രിമിനൽ കൊന്നുവന്ന് പോലീസ് രേഖകളുമുണ്ട്. പിന്നെ ഈ റീത്ത ഏതാ സ്റ്റീഫ? ഞാനിപ്പോ പോന്നു. എന്റെ 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ നീ ഒരുങ്ങിയിരുന്നു. അമ്പിയെ കൊന്നത് ആരായാലും, ഏത് ദൈവം നമ്പരാനായാലും ഈ സുനിൽ ഹസൻ കണ്ടുപിടിക്കും, കയ്യാമം വയ്ക്കും. നിന്നെ അവർ അറസ്റ്റ് ചെയ്യും. അതിനു മുമ്പ് നമുക്ക് പോവാം. വേഗം. എനിക്ക് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സ്റ്റീഫൻ, എന്താ ഇതൊക്കെ? എനിക്ക് വയ്യെന്ന്. ചോദ്യോത്തരങ്ങൾക്ക് സമയമില്ല. നഗരം മുഴുവൻ പോലീസാണ്. സൂചി കുത്താൻ ഇടയില്ലാത്ത വിധത്തിൽ നഗരം മുഴുവൻ പോലീസ്. കേട്ടില്ലേ? പോലീസിന്റെ ബൂട്ടിന്റെ ശബ്ദം. കടൽ തിരുമാല പോലെ തിരുമുന്ന പോലീസ്. നിന്നെ അറസ്റ്റ് ചെയ്യാൻ, ജയിലിലിടാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് രക്ഷപ്പെടാം. വാ, നമുക്ക് രക്ഷപ്പെടാൻ ദൈവത്തിന് പേടകം വന്നിട്ടുണ്ട്. ലോകം മുഴുവൻ പ്രളയത്തിൽ നശിച്ചാലും നമ്മൾ രണ്ടുപേരും മാത്രം രക്ഷപ്പെടും. നീയും ഞാനും മാത്രം. കം കം കം, ലെറ്റ്സ് ഗോ. കം കം. സ്റ്റീഫൻ, ഇല്ല. സ്റ്റീഫൻ, എനിക്ക് വയ്യ. പോ, വണ്ടി എടുക്ക. വണ്ടിക്ക് മുന്നിൽ നിന്ന് മാറടി. ഇല്ല, മാറില്ല. രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമല്ലേ? രക്ഷപ്പെടില്ല. പോലീസ് അറസ്റ്റ് ചെയ്യും. ഇല്ല, എന്റെ റീത്തെ ഒരാളും അറസ്റ്റ് ചെയ്യില്ല. മാറടി. മാറാനാ പറഞ്ഞു. വിട്, വിടെന്നെ. സ്റ്റീഫ, വേണ്ട സ്റ്റീഫ. ഒന്നും കേൾക്കില്ല അല്ലേ? സ്റ്റീഫ, വേണ്ട, പ്ലീസ്. അങ്കിൾ, ആ മനുഷ്യൻ അവളെ കൊണ്ട് രക്ഷപ്പെട്ടു. എവിടേക്ക്? അതെങ്ങനെ ഞാൻ അറിയും? ഞാൻ ചെന്നത് അവരെ രക്ഷപ്പെടാൻ പുറത്തിറങ്ങിയ സമയത്താ. എന്ത് വിഡ്ഢിത്തരാ മോളെ നീ ചെയ്തത്? ആ നിമിഷം എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? അവര് പോവാതിരിക്കാൻ ആവുന്നത്ര ഞാൻ ട്രൈ ചെയ്തു.
പക്ഷെ എന്നെ തള്ളിയിട്ടിട്ട് അവര് പോയി. രണ്ടും കൂടെ എങ്ങോട്ടോ സ്ഥലം വിട്ടു. ഛേ, ഇത്രയും ചെയ്തത് വെറുതെ ആയി പോയല്ലോ. പക്ഷേ ലോകത്തിന്റെ ഏത് കോണി പോയി ഒളിച്ചാലും ഇനി അവർക്ക് രക്ഷയില്ല. ദാ ഇത് കണ്ടോ? ദൈവമായിട്ട് എനിക്ക് തന്നതായത്. ഈ തെളിവ് മാത്രം മതി അവരെ പിടികൂടാൻ. കറക്റ്റ്. ഇത് പോലീസിന് കിട്ടിയാൽ ഏറ്റവും വലിയ തെളിവാകും. ഈ മൊബൈലിൽ നിന്നും അവളുടെ ചിത്രം പ്രിന്റ് ഔട്ട് എടുത്ത് ലോകം മുഴുവൻ പോലീസ് പതിപ്പിച്ചോളും. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല രണ്ടിനും. മാത്രമല്ല അവൾ ആരാണ്, അവളുടെ നാടേതാണ് എന്നൊക്കെ ഇനി തിരിച്ചറിയാൻ കഴിയും. ഒരുപക്ഷെ ഇത് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ പോയി ആൾമാറാട്ടം നടത്തി അവർ ജീവിച്ചേനെ. ഇനി ആ മോഹം നടക്കില്ല. എന്തായാലും നീ മിടുക്കി തന്നെ ഏഞ്ചൽ, ബഹു മിടുക്കി. സ്വന്തം പപ്പയെ നീ കുടിക്കല്ലോ. ബ്രില്യൻ ഗേൾ. എന്താടോ മിണ്ടാതെയും പറയാതെയും വീട്ടിലേക്ക് ഓടി കയറുന്നത്? ഇതെന്താ തന്റെ പരട്ട് സർക്കാർ ഓഫീസോ? മാഡം എന്നോട് ക്ഷമിക്കണം, മിണ്ടാനും പറയാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. ഓ, എന്ത് പണ്ടാരാണേലും പറഞ്ഞു തൊളിച്ചിട്ട് പോടും. സേവ് സാർ നന്നായിട്ട് കുടിച്ച് ഭീഷണി മുഴക്കിയാ പോയത്. എന്ത് ഭീഷണി? ആത്മഹത്യ ചെയ്യാനെന്നും പറഞ്ഞ് ബൈക്കിൽ കയറി പാഞ്ഞു പോകുന്നത് കണ്ടു മാഡം. മാഡം, സാറിന്റെ മൂഡ് അല്പം പെശകാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ അവസ്ഥയിൽ ഒരുപക്ഷെ എന്തും ചെയ്തേക്കാം. ഞാൻ ചിഞ്ചുമോളെ കൊണ്ടുപോകാൻ വന്നതാ. എവിടേക്ക്? ചിഞ്ചുമോളുടെ അച്ഛന്റെ അടുത്തേക്ക്. അതെവിടെ? അച്ഛനോ? ആർക്ക്? അതിന് ഈ കുഞ്ഞിന് അച്ഛനില്ലല്ലോ. അപ്പോ ചിഞ്ചുമോളെ ബാലാമണി ദിവ്യഗർഭം ധരിച്ചതാണ് എന്നൊക്കെയാണല്ലോ ചിലരുടെ വിചാരം. ചിഞ്ചുമോൾക്ക് അച്ഛനുണ്ട്, ആ കാര്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നെ ഒന്ന് വെറുതെ പരിഹസിക്കണം, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? പക്ഷെ ഒന്ന് ഞാൻ പറയാം, പകയും വൈരാഗ്യവും മരണക്കിടക്കയിൽ പാടില്ല. ഈ കുഞ്ഞിന് ജന്മം കൊടുത്തയാൾ മരണവുമായി മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. അവസാനമായി ഒന്നേ ഉള്ളൂ സേതുശേഖരൻ തമ്പിക്ക് ആഗ്രഹമായി ഈ കുഞ്ഞിനെ ഒന്ന് കാണണം. ആ ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കണം പ്ലീസ്. മരണക്കിടക്കയിലെന്നല്ല,